ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ക്ഷമയോടുകൂടി ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടോട്ടോ. നമ്മുടെ 6 പോത്തുകളുടെയും അവരെടുത്ത വിലയും അവരെത്ര പൈസയ്ക്ക് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അവർ ഏകദേശം എത്ര നാളായി എടുത്തിട്ട് എന്തൊക്കെ തീറ്റ കൊടുത്തു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, എത്ര പൈസയ്ക്ക് എടുത്ത് എത്ര പൈസയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതിമോഹം അല്ലെങ്കിൽ ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കരുത്. ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം കേട്ടോ. അതായത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെല്ലാം വിചാരിച്ച മാതിരി നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇപ്പം ഞാൻ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു പൂത്ത് ചത്ത് ഏകദേശം എനിക്കൊരു 40,000-നും 50,000-ത്തിനും ഇടയിൽ എനിക്ക് നഷ്ടം വന്നു. ഈ പ്രാവശ്യത്തെ എനിക്കിപ്പോൾ ചെറിയ കയ്യുമ്പോൾ ചെറിയൊരു വെട്ടൂത്തി കൊണ്ട് ചെറിയൊരു പ്രശ്നമായിട്ട് സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായി വരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിന് ശേഷം നമ്മുടെ പോത്തുങ്ങളൊക്കെ പാടത്തേക്ക് ഇറക്കി ഇതിപ്പോൾ ഒന്ന് തീറ്റിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ അഹങ്കാരമല്ല, ദൈവം സഹായിച്ച് എനിക്കും പോത്തിനും നമ്മളൊക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സാഹചര്യം ഒത്തിണങ്ങിയാൽ മാത്രം. അപ്പോൾ ഒരിക്കലും അതൊരു അഹങ്കാരമായിട്ട് ആരും കണക്കാക്കരുത്. അപ്പോൾ ഇപ്പോൾ കായത്തൊലി തിന്നണ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കായത്തൊലിയോട് പിന്നാലെ പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ ഞാൻ പറയാം കേട്ടോ. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള സംഭവം, നമ്മുടെ പോത്തുകളെ ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ ഏകദേശം മാർച്ച് മാസം എടുത്തിട്ടുള്ള പോത്താണ്. അപ്പോൾ മാർച്ച് മാസം തൊട്ട് നിങ്ങൾ കണക്കാക്കിക്കോ. പക്ഷേ നമ്മൾ ജൂൺ ജൂലൈയിലാണ് കൈത്തീറ്റ കൊടുത്തിട്ടുള്ളൂ. ഏകദേശം 2 മാസം ആയിട്ടുള്ളൂ. അതായത് ഒരു 6-7 ആഴ്ച ആയിട്ടുള്ളൂ നമ്മൾ കൈത്തീറ്റ കൊടുത്തു തുടങ്ങിയിട്ട് കേട്ടോ. അത് ഏകദേശം നമ്മൾ 175-174 കിലോ ലൈവ് വെയിറ്റ് ഉണ്ടായിരുന്ന പോത്താണ്. പക്ഷേ 2 മാസം നമ്മൾ വൃത്തിയായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു 350 കിലോൻ്റെ റേഞ്ചിലെ ലൈവ് തൂക്കം സിമ്പിളായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ 2 മാസം കൊണ്ടല്ല ഇങ്ങനെ തൂക്കം വന്നേക്കണം. നമുക്കൊരു മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം നമ്മുടെ കയ്യിൽ നിന്ന് ക്ഷീണം മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ 3 മാസം വേനൽക്കാലത്ത് പ്രത്യേകിച്ചുള്ള തീറ്റകളൊന്നും കൊടുത്തിരുന്നില്ല. പാടത്തെ വെള്ളവും പാടത്തെ പുല്ലും നമ്മുടെ പൂത്തുകളൊക്കെ വിറ്റ് പോയതിന് ശേഷമാണ് നമ്മൾ ഇവരെ 4 ആൾ ഉണ്ടായിരുന്നത്. നമ്മളെ 4 ആൾ നമ്മൾ അറിയാം, നമ്മൾ ഫാമിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുതിരാമുറ ഫാമിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തതാണ്. അപ്പോൾ ഇവ ഏകദേശം ഒരു 350 കിലോൻ്റെ റേഞ്ചിൽ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. 174 കിലോ ഉണ്ടായിരുന്നതാണ്. നമ്മൾ നല്ല മാതിരി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിന് പറ്റിയ സമയത്ത് നമ്മളൊരു 2-3 ആഴ്ച വരെ പുറത്തേക്കൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ 174 കിലോ ഉണ്ടായിരുന്ന ഏകദേശം നമുക്കൊരു 300 കിലോന് മേലെ നിങ്ങൾ പ്രതീക്ഷിച്ചോ. 350 ഞാൻ പറയുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു കുറച്ച് കൂടിയെങ്കിൽ നിങ്ങളൊരു 300 കിലോ ലൈവ് വെയിറ്റ് പ്രതീക്ഷിച്ചോ. ഇത് നമുക്കൊരു 110 കിലോ ഉണ്ടായിരുന്ന പോത്താണ്. ഏകദേശം ഒരു 200 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവൻ ലേശം പാടത്തേക്ക് ഇറക്കിയാലും ഒരു ലേശം പുല്ല് തിന്നാൻ മടിയാണ്. അതായത് പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. എന്നാലും നമ്മൾ നിവൃത്തിക്കൊണ്ട് ഇറക്കിയതാണ്. പക്ഷേ ബാക്കൊക്കെ വന്നിട്ട് പോത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബാക്കൊന്നും ഉടവില്ല, ബാക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ വയറ് വീർപ്പിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വയറ് അവൻ്റെ ഉടവന്നെയാണ്. അതായത് നമ്മുടെ അവിടെ പാടത്ത് വെള്ളം കയറി കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ നല്ല മാതിരി മഴ പെയ്ത്, അതായത് ഒരു ജൂലൈ 26-27 തീയതികൾ ഇവിടെ തൃശ്ശൂർ നല്ല രീതിയിൽ വൈകുന്നേരം മഴ പെയ്ത് പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. പക്ഷേ നമുക്ക് ഇവിടെ 2 ആഴ്ചയായിട്ട് പാടത്ത് പോത്തിനെ ഇറക്കാത്തതുകൊണ്ട് പുല്ല് ലേശം മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിവൃത്തി കേടുകൊണ്ട് നമുക്ക് കയ്യിന് പറ്റിയതുകൊണ്ട് നമ്മൾ ഇറക്കിയിടുന്നില്ല 3 ആഴ്ചയായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറക്കിയതാണ്. അപ്പോൾ 110 കിലോ ഉണ്ടോടണം കഷ്ടി നമുക്കൊരു 200 കിലോൻ്റെ റേഞ്ചിൽ സിമ്പിളായിട്ട് ആയിട്ട് കേട്ടോ. ഇത് നമ്മൾ ചന്തയിൽ നിന്ന് എടുത്തത്. അതായത് ഒരു 3 ആഴ്ച അപ്പുറത്തേക്ക് പിടിച്ചു. അപ്പോൾ നിങ്ങളൊരു 10-12 ആ ഒരു ഡേറ്റ്, അതായത് എനിക്കിപ്പോൾ കയ്യുമ്മ പറ്റിയിട്ട് 3 ആഴ്ച ആവണു. അതിന് 4 ദിവസം മുന്നേ കഷ്ടി നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു 20-22 ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു പോത്താണ്. ഏകദേശം ഒരു 33-34 രൂപ നമുക്ക് ഇവിടെ എത്തുമ്പോൾ വില വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ രണ്ടും കൂടി ഒരു 70 രൂപയുടെ താഴെ നമ്മൾ 2 പോത്താണ് എടുത്തത്. നമ്മുടെ കയ്യിൽ 4 എണ്ണം ഫാമിലത്തെ കുതിരാമുറ ഫാമിലത്തെ, 2 എണ്ണം ചന്തയിലത്തെയാണ് നമ്മൾ സന്തോഷം ഉണ്ടായിരുന്ന പോത്താണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം 20, 21, 22, അതായത് ഒരു 20 ദിവസത്തിൻ്റെ മാറ്റമാണ് കേട്ടോ. അതായത് 20 ദിവസത്തിൽ കഷ്ടി 2 ആഴ്ചയിലാട്ടാ നമുക്ക് കയ്യിന് പറ്റിയിട്ട് ഏകദേശം ഒരു 18 ദിവസത്തിൽ താഴെ ആയിട്ടുണ്ട്. അതായത് ഈ പോത്തിനെ കൊടുന്ന് 3-ാമത്തെ 4-ാമത്തെ ദിവസം നമ്മുടെ കയ്യുമ്മ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യുമ്മ പറ്റിയിട്ട് 18 ദിവസം ആയിട്ടുണ്ടാവും. 3 ആഴ്ച ആയിട്ടില്ല കേട്ടോ, സോറി ക്ഷമിക്കുക, 2.5 ആഴ്ച. അപ്പോൾ ഈ നമ്മുടെ ചന്തയിലത്തെ പോത്തിനെ കൊണ്ടുവന്നിട്ട് ഏകദേശം 3 ആഴ്ച, വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് 3 ആഴ്ചയായി. അപ്പോൾ 20-21 ദിവസത്തെ മാറ്റമാണ് ആ പോത്തിനെ കാണുന്നത്. ഇനി നമുക്ക് 3 ആളും കൂടി ഉണ്ട്. അപ്പോൾ അതെ ഇനി 4-ാമത്തെ പോത്ത്, ഇത് മേത്ത് ചെളിയിൽ നിൽക്കുന്ന പോത്ത് കണ്ടോ. അത് കുതിരാനിൽ നിന്ന് എടുത്ത പോത്ത് തന്നെയാണ് കേട്ടോ. 142-145 കിലോ ഉണ്ടായിരുന്ന പോത്താണ്. ഇവ അത്യാവശ്യം വയറ് നിറച്ചിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
ഇവനും അത്യാവശ്യം കയറി തുടങ്ങിയ ഒരു 220 230 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കം സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ തൂക്കം കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടണം കേട്ടോ. നമ്മളിങ്ങനെ തൂക്കം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാളായി എടുത്തിട്ട് അതുപോലെ തന്നെ എങ്ങനെയുണ്ട് മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഈ പോത്തിനെ നമ്മൾ മാർച്ചിൽ കൊടുന്നിട്ട് പ്രത്യേകിച്ചുള്ള കൈത്തീറ്റകളൊന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു തീറ്റയാണ് മെയ്യിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ മെയ് ലാസ്റ്റിൽ നമ്മുടെ പോത്തുകളൊക്കെ പോയതിന് ശേഷം ജൂൺ ജൂലൈയിലാണ്, അതായത് ഒരു 7-8 ആഴ്ച നമുക്ക് കൈത്തീറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ ഏകദേശം ഒരു 210 220 കിലോൻ്റെ റേഞ്ചിൽ, അതായത് ബാക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ബാക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോത്തുകൾക്ക് ഒന്നും സപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് മിനറൽ മിക്സ് മാത്രമാണ് കൊടുത്തേക്കണേ. അത് കൊടുത്ത് ഒരു 10 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കൈമ പറ്റി. പിന്നെ നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ 4 ആൾക്കും കുതിരാൻ നിർത്ത 4 ആൾക്കും ഐവർമെറ്റിൻ്റെ ഒരു ഹൈടെക് ബോൾസ് ഒരു ഡോസ് വീതം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവനൊക്കെ വയറ് നിർത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മളൊന്നും കൂടി ഗ്രഹിണി ഇളക്കി സപ്ലിമെൻറ്റ്സ് ചെറിയ തോതിലുള്ള ലിവർ ടോണിക്കും നമ്മൾ പിന്നെ മിനറൽ മിക്സ് ആണ് മണ്ണുത്തിന്ന് 550 രൂപ വെച്ചിട്ട് 5 കിലോൻ്റെ ബാഗ് 550 രൂപ അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പോത്തുകൾ വ്യക്തമാകുന്ന രീതിയിലാണ്, കർഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. പിന്നെ ദേ നിൽക്കുന്നു കേട്ടോ. ഇവനും നമ്മളൊരു 20 ഞാൻ പറഞ്ഞില്ലേ കുതിരാനത്തെ പോത്തോളെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുതിരാനത്തെ പോത്തോളല്ലാതെ 2 പോത്തോളാണ് നമുക്ക് ചന്തയിലത്തെ പോത്തോളം നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 20-22 ദിവസം, അതായത് 20-21 ദിവസത്തെ മാറ്റമാണ്. ഇവൻ ലേശം നല്ല രീതിയിൽ എല്ലാം ആടുന്നു. ഫ്രെയിമായിട്ടുള്ള 2 കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ കണ്ടോ വയറൊക്കെ വീർപ്പിച്ച് അത്യാവശ്യം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ എല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ ചെറിയൊരു സപ്ലിമെൻറ്റ്സും ചെറിയൊരു കൈത്തീറ്റകൾ ഇവർ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കൈത്തീറ്റ എടുത്തിട്ടില്ല. വയറ് നിറച്ച് പുല്ല് തിന്ന കാരണം ഇന്ന് കൈത്തീറ്റയോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. കണ്ടോ നല്ലൊരു ഫ്രെയിമാണ്, നല്ല മധുരം എല്ലും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം ഈ 2 പോത്തും കുട്ടികൾ ഒരെണ്ണം ഒരു 220-230 കിലോന് മേലെ ലൈവ് വെയിറ്റും, ഒരെണ്ണം ഒരു 200 കിലോന് മേലെ ലൈവ് വെയിറ്റും. ഇവൻ ലേശം ഫ്രെയിം 2 സെയിം ആണെങ്കിലും ഇവൻ തൂക്കത്തിൽ ലേശം കുറവാടുന്നു. കണ്ടോ നല്ല എല്ലാം ആടുന്നു. പക്ഷേ അതിപ്പോൾ ഒരു 10-20 ദിവസത്തെ ഒരു മാറ്റമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇവരുടെ കയ്യിലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് തരാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഐക്കാർഡിൽ എൻ്റെ വീഡിയോസ് ഇവരെ കൊടുന്ന വീഡിയോസ് ഒന്നും ഇടുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോ. ഇവരൊക്കെ സെറ്റായി വരും കേട്ടോ. ഇതേ ലാസ്റ്റത്തോൻ, ഇവനാണ് നമ്മുടെ ലാസ്റ്റത്തോൻ. ഇവന് ലേശം ഗ്രഹിണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐവർമെറ്റിൻ്റെ ഒരു ഡോസ് കൊടുത്തപ്പോൾ ഇവൻ്റെ ഗ്രഹിണിയൊക്കെ ഏതാണ്ട് സെറ്റായി. പിന്നെ നമ്മൾ അടുത്ത ഡോസ് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന സമയത്താകുമ്പോഴേക്കും നമ്മുടെ കയ്യുമ്പോൾ പണി കിട്ടിയെന്നാലും ഇനി ഒന്ന് നമ്മൾ ഗ്രഹിണി ഒന്നും കൂടി ഇളക്കി ഒരു ലേശം സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവനൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സെറ്റാവുന്നുള്ളതാണ്. പക്ഷേ ഇവന് ലേശം ക്ഷീണുണ്ടെങ്കിലും ഇവന് ബാക്കൊക്കെ സെറ്റായി തുടങ്ങിയിട്ടോ. പക്ഷേ ഇവൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആ കുതിരാനെടുത്ത 2 ചെറിയ പൂത്തുകുട്ടികളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം പുല്ലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ലേശം അവർ തിന്നാൻ പിന്നാക്കാം. പിന്നെ അതൊന്ന് സെറ്റായി വരണം. അപ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ സംബന്ധിച്ചിടത്തോളം എന്താ കണ്ടോ നല്ല ലുക്കിലൊക്കെയുള്ള പൂത്തുകുട്ടി കണ്ടോ, നല്ല വളർച്ച കാണിക്കുവാൻ. പക്ഷേ എന്താ പറയുക ഇവൻ്റെ വയറ് ഒട്ടിയിട്ട് കിടക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കിയാൽ ആ ലാസ്റ്റത്തെ ഏകദേശം നമ്മൾ 110 കിലോൻ്റെ റേഞ്ചിൽ തന്നെ ആടുന്നു കേട്ടോ ഈ ലാസ്റ്റത്തോൻ്റെ തൂക്കവും. അവൻ ഇപ്പോൾ ഏകദേശം ഒരു 200 കിലോൻ്റെ തൊട്ട് താഴെ നമുക്ക് സിമ്പിളായിട്ട് ആയിണ്ടാവും അവൻ. അപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഈ ലാസ്റ്റത്തോൻ്റെ ക്ഷീണമൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. ഇനി നമ്മൾ ചെറിയ രീതിയിൽ മിനറൽ മിക്സും സപ്ലിമെൻറ്റ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്ത് ഇവനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. പക്ഷേ നമ്മുടെ അവിടെ പാടത്ത് വെള്ളം കയറി എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങി പോവും. പക്ഷേ പുല്ലിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ശരിയാവാൻ 2-3 മഴ എടുക്കണം. അപ്പോൾ ഇവർ തീറ്റയുടെ ഒരു 3-4 ദിവസം ഈ ചെറിയവരെ സംബന്ധിച്ച് 2 ആളുടെ കുഴപ്പമാണ്. അതിൽ ഒരു 110 കിലോൻ്റെ ഉള്ളവൻ കുഴപ്പമില്ല. പക്ഷേ ഈ ഏറ്റവും ലാസ്റ്റ് കാണിച്ച 110 കിലോൻ്റെ റേഞ്ചിലുള്ളവൻ പിന്നെ തീറ്റ എടുത്ത് തുടങ്ങാൻ വരുമ്പോഴേക്കും അവനൊരു സ്വല്പം സമയം എടുക്കും. അതുകൊണ്ടാണ് അവനൊരു ലേശം ക്ഷീണം കാണിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ തടയിട്ട് നമ്മൾ കൈത്തീറ്റയും കപ്പലിൽ പിണ്ണാക്കും ചെറിയ തോതിൽ സപ്ലിമെൻറ്റ്സ് ഒക്കെ കയറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ കാണുന്ന പോത്തുണ്ടല്ലോ ഇവനൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് 1 രൂപയുടെ റേഞ്ചിൽ അല്ലെങ്കിൽ 1 രൂപയുടെ മേലേക്ക് കയറി പോട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 350 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് ഉണ്ട്. പിന്നെ കുതിരാനെന്ന് എടുത്താൽ ഈ 110 കിലോൻ്റെ അവൻ ക്ഷീണമല്ല കേട്ടോ. എന്ന് വെച്ചാൽ അവൻ എല്ലാം കഴിക്കും, നല്ല മാതിരി കഴിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവൻ എങ്ങനെ പോയാലും നമുക്കൊരു 110 കിലോൻ്റെ 2 നമുക്ക് എങ്ങനെ പോയാലും ഒരു 70 രൂപ 75 രൂപ റേഞ്ചിൽ കിട്ടും. 145 കിലോനും ഏകദേശം നമുക്കൊരു 85 രൂപ 90 റേഞ്ചിൽ വരും. പിന്നെ ചന്തയിൽ നിന്ന് എടുത്ത 2 പോത്തുകളും നമുക്ക് എങ്ങനെ പോയാലും 85 രൂപ 90 റേഞ്ചിൽ വരും. നമ്മളിപ്പോൾ കൈത്തീറ്റകളൊക്കെ നമ്മൾ ചെറിയ തോതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം പറയുന്നുണ്ട്, ആരും ദേഷ്യം വിചാരിക്കരുത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അടുത്ത വീഡിയോയിൽ പറയാം.
അപ്പോൾ കയ്യമ്മ പറ്റി ഇതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു, സ്റ്റിച്ച് വെട്ടി കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ ഞാനങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഇവരെ ഒരു 18 ദിവസത്തിന് ശേഷം ഒരു പാടത്തേക്കൊക്കെ ഇറക്കി വയറൊക്കെ നിറച്ച് ജിംബ്രൂട്ടന്മാരാക്കി നിൽക്കുന്നു. പിന്നെ ഈ കായത്തൊലി നമ്മുടെ അടുത്തൊരു ബന്ധു ഓണത്തിൻ്റെ സമയത്ത് സീസൺ ടൈമിൽ മാത്രം കായ വറക്കുന്നതുകൊണ്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കും ഈ ചേട്ടൻ കായത്തൊലിയൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് പൂത്ത് വളരുന്നത്. ചില ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ട് പൂത്തിന് പച്ചവെള്ളവും കായത്തൊലിയും പച്ചക്കറി വേസ്റ്റും പാടത്ത് പുല്ലുന്നു. അത് ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, നമുക്കതിൻ്റെ പിന്നാലെ നടന്ന സമയം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ അടുത്ത ബന്ധു നമ്മളെ ഇങ്ങനെ ഒരു അവിടെ ഉള്ളപ്പോൾ നമ്മൾ വിളിക്കും. അപ്പോൾ അങ്ങനെ പോയി എടുത്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി അലയാറില്ല, നമുക്ക് അലച്ചിൽ കൂടുതലാണ്. കായത്തൊലി വെറുതെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം നമ്മുടെ അവിടേക്ക് എത്തുമ്പോൾ ഏകദേശം നമുക്കൊരു 1.5 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 5-10 ചാക്ക് എത്തുമ്പോൾ ഏകദേശം നമുക്കൊരു 200 രൂപയിൽ താഴെ ഒരു ദിവസത്തെ ചിലവ് വരുന്നുണ്ട് പെട്രോൾ കാശ്. അപ്പോൾ നമുക്കത് അവർ ആ സമയം നമുക്കൊരു ഏകദേശം ഒരു 3-4 ആഴ്ച എടുക്കുള്ളൂ കേട്ടോ നമ്മളിത്. പിന്നെ അത് മാത്രമല്ല, ഇത് വറക്കുന്നിടത്തൊക്കെ നല്ല മാതിരി ആവശ്യക്കാരുണ്ട്. അപ്പോൾ കായത്തൊലി തിന്നുകൊണ്ടല്ല പോത്ത് ഇങ്ങനെ ആയേക്കണേ, മനസ്സിലായോ?